എൻ്റെ ഭാര്യ ഇങ്ങോട്ട് വരുന്നു. കട്ട് ചെയ്തോ നിങ്ങൾ? നീ ഇപ്പം എന്തോ അങ്ങോട്ട് വന്നത്? നിന്നോട് ആരെങ്കിലും പറഞ്ഞ ഇപ്പം ഇങ്ങോട്ട് വരാൻ? അയ്യോ, നിങ്ങൾ കുറച്ച് നേരമായിട്ട് ഇതിനകത്ത് കയറി കഥ അടച്ചിട്ടിരിക്കുന്നേ. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണേ, ഇൻസുലിൻ എടുക്കുന്ന ഇൻസുലിൻ കൊണ്ട് വന്നതാ. എനിക്ക് വയ്യ, ചായം വേണ്ട. അയ്യോ, എന്തോ പറ്റി? എന്തിനാണ് നമ്മുടെ കുഞ്ഞിനെ അബദ്ധം പറ്റിയിട്ട് പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നത്? നമുക്ക് മരിച്ചു കളയാം. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എന്തോ ഈ പറയുന്നൊക്കെ എന്നോട്. എനിക്കൊരു കുഴപ്പമില്ല. അളിയനെ വിളിച്ചോ? ചക്ക ഇട്ടോ? ചക്ക അടത്തിയോ? എനിക്കൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്തുവാ എന്നോട് പറ, എന്തോ പറ്റിയെന്ന് പറ. കുഞ്ഞിന് ഇന്നാളെ അയച്ച പാഴ്സലിനകത്ത് എന്തുവാ വെച്ചത്? എനിക്കറിയാൻ വയ്യ. ഞാൻ അറിയാതെ എന്തെങ്കിലും അതിനകത്ത് വെച്ചിരുന്നോ? ഞാനിപ്പോൾ അറസ്റ്റില്ല. അയ്യോ, അറസ്റ്റ് ചെയ്തെന്നോ? ഞാനൊന്നും വെച്ചില്ല. കുഞ്ഞിന് കുറച്ച് ചിപ്സും കുറച്ച് കേക്കും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും ഒന്നും വെച്ചില്ലാണേ. എനിക്കൊന്നും അറിയത്തില്ല. എന്തുവാന്ന് എനിക്ക് അറിയില്ല ചേട്ടാ. അവരിപ്പോൾ വിളിക്കും. നമ്മളയച്ച പാഴ്സലിനകത്ത് മയക്കുമരുന്നുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അവർ ഡൽഹിയിൽ അത് ചെക്ക് ചെയ്ത് പിടിച്ചു. മോനെ അറസ്റ്റ് ചെയ്തു, എന്നെ അറസ്റ്റ് ചെയ്തിരുത്തിയേക്കുക. ഇനിയിപ്പോൾ അവർ പറയുന്നത് അവർക്ക് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ കേസിൽ നിന്ന് നമ്മളെ ഒഴിവാക്കാമെന്ന് പറയുന്നു. നമുക്ക് എങ്ങനെയും കുറേ കാശുണ്ടാക്കി അവർക്ക് കൊടുത്ത് നമ്മളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം. ഒരു പട്ടാളക്കാരന്റെ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ അഭിമാനിച്ചിരുന്നല്ലോ ചേട്ടാ. നമ്മളിനി എന്ത് ചെയ്യും? എന്റെ കുഞ്ഞിന്റെ കാര്യം ഞാൻ ബാങ്കിൽ പോയി പൈസ എടുത്തോണ്ട് വന്ന് എങ്ങനെയെങ്കിലും നമ്മളെ കണ്ടു ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഈശ്വര, ഞങ്ങളിനി എന്തോ ചെയ്യും? ദൈവമേ, നാട്ടുകാരുടെ മുമ്പിൽ രാജ്യദ്രോഹ കുറ്റമാണല്ലോ. എടേ, ഈ കേസ് ഒതുക്കി തീർക്കുന്നതിന് അവർ ഒരു 50 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. എൻ്റെ കയ്യിൽ അത്രയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞ് പറഞ്ഞപ്പം ലാസ്റ്റ് ഒരു 10 ലക്ഷം രൂപയ്ക്ക് അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് പാസ്ബുക്കും അവർ തന്ന അക്കൗണ്ട് നമ്പറുമാണിത്. എത്രയും പെട്ടെന്ന് ഈ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാൻ ബാങ്കിൽ നിന്ന് പറയണം. ഇയാൾ ഈ വിവരം പരമ രഹസ്യമായിട്ട് വെച്ചിരിക്കണം. ഒരു മനുഷ്യനോടും പറയരുത്. ഇത് രാജ്യദ്രോഹ കുറ്റമാണ് നമ്മുടെ കുഞ്ഞിൻ്റെ മുകളിൽ അവർ ചുമത്തിയേക്കുന്നത്. ഇത് ന്യൂസിലോ പത്രത്തിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പോലും ഇത് നമ്മളെ രക്ഷിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആരും അറിയരുത്. ബാങ്കിൽ നിന്ന് പറയുവാന്നേ, അവര് പറയുക ഇത്രയും വലിയ തുക ആയതുകൊണ്ട് ഇന്ന് പറ്റത്തില്ല, നാളെ അയക്കാമെന്ന് പറഞ്ഞു ചേട്ടാ. അത് പറ്റത്തില്ല. ബാങ്ക് മാനേജറെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഈ പൈസ അയക്കാൻ പറ, അർജന്റ് ആണെന്ന് പറയാം. ഞാനേ ഒന്നുകൂടെ പോയിട്ട് വരാമേ. ആ ശരി. ഹലോ, ഗുഡ് മോർണിംഗ് സർ. എവിടുന്നാ സംസാരിക്കുന്നത്? ഞാൻ ബാങ്ക് മാനേജറാണ്. അയ്യോ സാറേ, ഞങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുത്ത് ഞങ്ങൾക്ക് ഇഷ്ടാനുസരണം അയക്കാൻ പറ്റത്തില്ല. സാർ ഇത് എന്ത് പണിയാ സാറേ കാണിച്ചേ? പ്ലീസ്, നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. ഞാൻ പറയുന്ന ഒന്ന് ക്ഷമയോടെ നിങ്ങളൊന്ന് കേൾക്കണം. ഇന്ന് ആക്ച്വലി മേഡം ബാങ്കിൽ വന്നപ്പോഴും ഞങ്ങളുടെ സ്റ്റാഫിന് മേഡത്തിന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു അസ്വാഭാവികത തോന്നിയതുകൊണ്ടാവാം എന്നോടത് പറയുകയും നിങ്ങൾ ആ പൈസ അയക്കണം എന്ന് പറഞ്ഞ അക്കൗണ്ടിനെ പറ്റി ഞങ്ങൾ ഡീറ്റെയിൽ എടുത്ത് നോക്കിയിരുന്നു. നോക്കിയപ്പോൾ അതൊരു ഫേക്ക് അക്കൗണ്ട് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ അക്കൗണ്ടിലോട്ട് നിങ്ങൾ പൈസ ഇടണ്ട എന്ന് പറയാനെ കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. കാരണം അതൊരു ഫേക്ക് അക്കൗണ്ടാണ്. നിങ്ങൾ ഒരു പക്ഷേ ആരെയും വിളിച്ച് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാവാം. ഒരുപക്ഷെ നിങ്ങൾ പറ്റിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ വിളിച്ച് ഇൻഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സാർ, ഞങ്ങളെ ഈ അവസ്ഥയിൽ രക്ഷിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിന്റെ അവസ്ഥ പറഞ്ഞ് കേട്ടപ്പോഴാണ് ഞങ്ങൾ ഇതിലേക്ക് എടുത്തിയാടിയത്. 1000 നന്ദി. ഇതുപോലുള്ള ഓൺലൈൻ തട്ടിപ്പിനെതിരെ ജാഗരൂകരായിരിക്കുക.